ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂർ BTM ലേഔട്ടിലാണ്. നിങ്ങൾ കാണുന്ന മാറ്റർ എക്സ്പീരിയൻസ് ഹബിലാണ്. മാറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗിയറുള്ള ഇലക്ട്രിക് ടൂ വീലർ മാനുഫാക്ചർ ചെയ്ത ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിനകത്തോട്ട് പോവാം. നമ്മൾ ആക്ച്വലി ഈ ഒരു വാഹനത്തിനെ പറ്റി ഒരു വർഷം മുന്നേ ഓട്ടോ എക്സ്പോയിലെ വീഡിയോയിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അന്ന് തൊട്ട് ഈ ഒരു വാഹനം കാണണമെന്ന് ഭീകരമായ ആഗ്രഹമായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ബാംഗ്ലൂർ വന്ന സ്ഥിതിക്ക് അതൊന്ന് കാണാൻ തന്നെ വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എക്സലൻ്റ് ആണ്. ആദ്യമായിട്ടാണ് ആക്ച്വലി ഞാനൊരു ഗിയർ ഉള്ള ഇലക്ട്രിക് ബൈക്ക് ഓടിക്കുന്നത്. സോ അതിൻ്റെതായ ചെറിയ ചെറിയ പോരായ്മകൾ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗിയർ ഉള്ള വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ച് താങ്ങിയാണ് ഫസ്റ്റ് ഇട്ട് വണ്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോവുമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വണ്ടിയിലോട്ടൊന്നും എനിക്ക് ഫീലായി. കാരണം ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഹാഫ് ക്ലച്ച് എന്നൊരു സാധനത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഗിയർ ഇട്ട് നമുക്ക് വെറുതെ ക്ലച്ച് ഇല്ലാതെ നിർത്തി വെച്ചേക്കാൻ വേണ്ടി എടുക്കണമെന്ന് തോന്നുമ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം മതി. ഇൻ കേസ് നമ്മൾ ഹാഫ് ക്ലച്ചിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മോട്ടറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു മുരൾച്ച വരുന്നുണ്ട്. മാത്രമല്ല അത് അത്രത്തോളം റെക്കമെൻഡഡും അല്ല. ഇനി ഇതിന്റെ ഒരു പവർ ഫിഗേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് ഒരു 15 PS ആണ് ഈ ഒരു എഞ്ചിന്റെ പീക്ക് പവർ എന്ന് പറയുന്നത്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ പൾസർ 150 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പവർ വരുന്നത് 14 PS ആണ്. അതുപോലെ പൾസറിന്റെ 180 നോക്കിയാൽ 17 PS പവർ വരെ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ കംഫർട്ടിന്റെ കാര്യം അത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ്, ഇതിന്റെ ഒരു സീറ്റിംഗ് കംഫർട്ടാണ്. അത്യാവശ്യം നല്ല വീതിയുള്ളതും നീളമുള്ളതുമായിട്ടുള്ള സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത് ഓൾറെഡി ഞാൻ വണ്ടിയുടെ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീറ്റിൽ വണ്ണമുള്ള ഒരാൾക്ക് സുഖമായിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ എന്നെ പോലെ മെലിഞ്ഞ ഒരാളുടെ കാര്യം ഞാൻ എന്തായാലും എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ 2 പേരാണ് ഇന്ന് ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു വാഹനം ഓടിച്ചു പോവുകയുണ്ടായിരുന്നത്. ഈ ഒരു ഷോറൂമിൽ തന്നെ സ്റ്റാഫായിരുന്നു എന്നോടൊപ്പം സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വലിപ്പമുള്ള സീറ്റ്സ് ആണ്. മാത്രമല്ല വാഹനത്തിന് അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ 2 പേർക്കും ഒരുപാട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ ഒന്നും തന്നെ ഇല്ല. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി സസ്പെൻഷന്റെ കാര്യമാണ് എക്സലന്റ് എന്ന് പറയാൻ കാരണം തീരെ സോഫ്റ്റും അല്ല, എന്നാൽ തീരെ ഹാർഡും അല്ല. ഇപ്പൊ തൊട്ട് മുന്നേ ഞാൻ ഒലയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഡ്രൈവ് ചെയ്തിരുന്നു. അതിന്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് എനിക്ക് ഇതിലും ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു മോഡറേറ്റ് റേഞ്ചിലുള്ള സസ്പെൻഷൻ ആണ്. ഫ്രണ്ട് കുറച്ചുകൂടി സോഫ്റ്റർ ആയിട്ട് ഫീൽ ചെയ്തു. ബാക്കിൽ അത് വന്നിട്ടൊരു മോഡറേറ്റ് ഫീലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ബാക്കിലെ സസ്പെൻഷൻ ഗ്യാസ് ചാർജിലാണ്. അത് നമുക്ക് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഒരു ലെവൽ കുറച്ചുകൂടി സ്മൂത്ത് ആക്കിയാൽ ഈ ഫ്രണ്ടും ബാക്കും ഓൾമോസ്റ്റ് സിമിലർ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. ഈ ഒരു വാഹനം ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് പോസ്ചർ അതും അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ കമ്മ്യൂട്ടർ ബൈക്ക് ഓടിക്കാനായിട്ട് നമ്മൾ ഇരിക്കുന്ന ആ ഒരു പോസ്ചറാണ് ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നമ്മുടെ ഹാൻഡിൽ ബാറൊക്കെ അത്യാവശ്യം ഉയർന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കുമ്പിട്ടിരിക്കുന്ന ഒരു ഫീൽ ഒന്നും തന്നെയില്ല. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കാല് വെക്കുന്നതാണെങ്കിലും ഒത്തിരി ഒരു സ്പോർട്ടി ഫീലിലല്ല നമ്മൾ കാല് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ആ ഒരു സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാനായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സേഫ്റ്റി നോംസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്കിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ABS ഉള്ള ഒരു ഡിസ്ക് ബ്രേക്ക് യൂണിറ്റ് ആണ് ആക്ച്വലി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുവിധ നെഗറ്റീവ്സും പറയാനായിട്ടുള്ള നല്ല ബൈറ്റുള്ള ബ്രേക്കിംഗ് തന്നെയാണ്. മേ ബി ABS ഉള്ളത് കൊണ്ടായിരിക്കാം കോംബി ബ്രേക്ക് എന്നൊരു സിസ്റ്റം ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ABS ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ സേഫ്റ്റിയിൽ മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. IP67 വരുന്ന ഒരു ബാറ്ററി യൂണിറ്റ് ആണ് ആക്ച്വലി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതായത് വാട്ടറും ഡസ്റ്റും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ബാറ്ററി പ്രൊട്ടക്ഷൻ ഈ ഒരു വാഹനത്തിന്റെ ബാറ്ററി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാവരും തന്നെ വാഹനം മേടിക്കുമ്പോൾ മെയിൻ്റനൻസ് എന്താണ് എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിലോട്ട് നോക്കുമ്പോൾ 1.5 ലിറ്ററിന്റെ ഓയിൽ, എഞ്ചിൻ ഓയിൽ, ഒരു ഗിയർ ഓയിൽ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. സോ പീരിയോഡിക് സർവീസിന് പോകുന്ന സമയത്ത് അതിന്റെ ഒരു എമൗണ്ട് കൂടി നമുക്ക് എന്തായാലും വരാം. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കൂളന്റും ഈ പറഞ്ഞ പീരിയോഡിക് സർവീസിൽ അതിന്റെ കറക്റ്റ് റെഗുലർ ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഈ 2 സംഭവങ്ങൾ നോർമൽ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരല്പം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റിയും അതുപോലെ ഇതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റിയും വെച്ച് നോക്കുമ്പോൾ അത് ഭീകരമായ ഒരു ചേഞ്ച് ആയിട്ടൊന്നും തന്നെ എന്തായാലും ഫീൽ ചെയ്യുന്നില്ല. ഈ ജസ്റ്റ് നമ്മുടെ വാഹനം ഒന്ന് കൈ കൊടുത്ത് ഓടിക്കാം. പെർഫോമൻസ് വണ്ടി വലിച്ചു പോകുന്ന ഒരു ഫീൽ അത് ആക്ച്വലി വീഡിയോ കണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളും
ഷോറൂമിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നൊരു കോമ്പിനേഷനിലാണ് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലൊരു വെഹിക്കിൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാഡോ ഗ്രേ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് എന്നുള്ളൊരു കളർ ടോണിലും ഈ ഒരു വെഹിക്കിൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലേറ്റവും എന്നെ ആകർഷിച്ച ഒരു കളർ എന്ന് പറയുന്നത് മൂന്നാമതിരിക്കുന്ന ഈ ഒരു കളർ ടോണാണ്. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് എന്നൊരു കോമ്പിനേഷനിലാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. ആൻഡ് ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ഷോറൂമിൽ വരുന്നതിൻ്റെ പ്രധാനമായ കാരണം ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് എന്നൊരു കളർ ടോണാണ്. ഇന്നലെ നമ്മൾ ഇതേ രീതിയിൽ ബാംഗ്ലൂർ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു വെഹിക്കിൾ ഒരു ചേട്ടൻ ഓടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. ആ ഒരു വെഹിക്കിൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഷോറൂമിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വെഹിക്കിളിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ ലുക്ക് വൈസും ടെക്നിക്കൽ വൈസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ ഒരു സ്പെഷ്യൽ കളർ കൂടി ഉണ്ട് കേട്ടോ, ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ബ്ലൂ തീമിൽ വരുന്നൊരു കളർ. എന്തായാലും ഈ ഒരു വെഹിക്കിളുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടോർ യൂണിറ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ഗിയർഡ് ഇലക്ട്രിക് 2-വീലർ നമ്മുടെ ഈ ഒരു മാറ്റർ എന്ന വെഹിക്കിളാണ് കേട്ടോ. 4 സ്പീഡ് ഗിയർ ബോക്സോടുകൂടി വരുന്ന ഒരു ഇലക്ട്രിക് ബൈക്കാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 DRL യൂണിറ്റ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റും നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. ഓവറോൾ വെഹിക്കിളിൻ്റെ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ABS യൂണിറ്റോട് കൂടിയിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ കൂടി ഒന്ന് പറഞ്ഞുതരാം. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 100 സെഷനാണ് ആക്ച്വലി 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് ആക്ച്വലി ഈ ഒരു വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പൊതുവേ ഏതൊരു ഇലക്ട്രിക് വെഹിക്കിളും കാണുമ്പോൾ അതിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി ബൈക്സിൻ്റെ കാര്യത്തിലാണ്. ഈ ഒരു യൂണിറ്റിനെ പൊതുവേ ബോക്സി ഡിസൈനായിട്ടാണ് പല ഇലക്ട്രിക് 2-വീലർ മാനുഫാക്ചേഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ മാറ്റർ അവിടെ വളരെ സ്പെഷ്യലായിട്ട് ഒരു പർട്ടിക്കുലർ IC എഞ്ചിന് വരുന്ന അതേ ഡിസൈനിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ ചെറിയൊരു ഫ്ലൈ വീൽ യൂണിറ്റ് പോലത്തെ കാണാൻ പറ്റും. ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റവ് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഇത് ഡയറക്റ്റ്ലി നമ്മുടെ മോട്ടറുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സും വരുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഡിസൈൻ ആക്ച്വലി റേഡിയേറ്ററാണ്, അല്ലാണ്ട് ഡമ്മി പീസൊന്നുമല്ല. ഈ ഒരു വെഹിക്കിൾ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തോട് കൂടിയിട്ട് വരുന്ന ഇലക്ട്രിക് 2-വീലർ എന്നൊരു സ്പെഷ്യാലിറ്റി കൂടി ഈ ഒരു വാഹനത്തിനുണ്ട്. ഈ ഒരു ഇലക്ട്രിക് മോട്ടർ ഹീറ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ ഒപ്റ്റിമം ലെവലിൽ കീപ്പ് ചെയ്യുന്നതിന് ഈ ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മോട്ടറിന് മാത്രമല്ല ഈ ഒരു ബാറ്ററി യൂണിറ്റിന് ചുറ്റുമായിട്ടും ഇതേ ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓവർ ഹീറ്റിംഗ് എന്നൊരു ഇഷ്യൂ ഈ ഒരു വാഹനത്തിന് വരത്തില്ല. അത് മാറ്റർ തരുന്നൊരു പ്രോമിസ് കൂടിയിട്ടാണ്. ഇവരിതിനെ ടെസ്റ്റ് ആൻഡ് ട്രയൽ ചെയ്തിരുന്ന അഹമ്മദാബാദ് ലൊക്കേഷനിലാണ്. നിങ്ങൾക്കറിയാലോ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറൗണ്ട് 48 ഡിഗ്രിയൊക്കെ തന്നെ പീക്ക് ടൈമിലൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ പോലും ഈ ഒരു മോട്ടറിന് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് ബ്രാൻഡ് അവകാശപ്പെടുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡിസൈൻ എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബൾക്കി 2-വീലറിൻ്റേതായ എല്ലാ പാറ്റേൺസും ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ബൾക്കി ഫ്യൂൽ ടാങ്ക് ഡിസൈനാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മാത്രമല്ല ഫൈബർ ക്വാളിറ്റീസൊക്കെ തന്നെ അത്യാവശ്യം എക്സലൻ്റ് ആയിട്ടാണ് മാറ്റർ ഇതിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 3 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസാണ് വരുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ കാണുന്ന D സ്വിച്ചിൻ്റെ സെൻറ്ററിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ആക്ച്വലി ഈ ഒരു സ്പേസ് വന്നിട്ട് നമുക്ക് നമ്മുടെ ചാർജറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണും വാലറ്റും ഒക്കെ താൽക്കാലികമായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇവിടെയാണ് വാഹനത്തിൻ്റെ ചാർജർ കണക്ട് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ ഒരു വാഹനത്തിനോടൊപ്പം ഒരു പോർട്ടബിൾ ചാർജർ വരുന്നുണ്ട്. ഇതിൻ്റെ ചാർജറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്ന പോലെ ഹെവി ചാർജർ യൂണിറ്റ് ഒന്നുമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചാർജറുകളിൽ കാണുന്ന ഹെവി ആയിട്ട് വരുന്നൊരു ഭാഗം ഇതിൻ്റെ ബാറ്ററി മൊഡ്യൂളിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് കേബിൾ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ഇതിൻ്റെ ചാർജർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ലെസ് വെയിറ്റ് ആണ്, ഈസി ടു ഹാൻഡിലാണ്. ഇത് ഈ കാണുന്ന ഒരു ചെറിയ സ്റ്റോറേജിൽ തന്നെ നിങ്ങൾക്കത് വെക്കാനും സാധിക്കും. ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെയൊക്കെ ഡിസൈൻ നോക്കുന്ന സമയത്ത് ക്ലിപ്പോൺസ് ആണ് ആക്ച്വലി ഈ ഒരു വെഹിക്കിളിന് നൽകിയിട്ടുള്ള ഹാൻഡിൽ ബാർ ഡിസൈൻ വന്നിട്ട്. ഇത് നമ്മുടെ പൾസർ 150 സീരീസിലൊക്കെ തന്നെ വന്നിരുന്ന ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഒരു പ്രീമിയം ഫീൽ നൽകുന്ന തരത്തിലുള്ള ഹാൻഡിൽ ബാർ ഡിസൈനാണ് ക്ലിപ്പോൺസ് എന്നുള്ള രീതി. പൊതുവെ ക്ലിപ്പോൺ ഹാൻഡിൽ ബാറിൻ്റെ ഒരു ആരാധകൻ കൂടിയിട്ടാണ് ഞാൻ. സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വണ്ണമുള്ള 2 പേർക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സീറ്റ്സാണ്. സ്പ്ലിറ്റ് സീറ്റ്സാണ് ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഹാർഡല്ല എന്നാൽ ഒത്തിരി സോഫ്റ്റ് അല്ല എന്നുള്ള രീതിയിലാണ്
ഇതിൻ്റെ ഓവറോൾ കുഷനിങ്ങും കാര്യങ്ങളും നൽകിയിട്ടുള്ളത് ഇവിടെ 07 എന്നൊക്കെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് മേ ബി അവരുടെ മാനുഫാക്ചറിങ്ങിൻ്റെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്യാം. ബാക്ക് സൈഡിലിരുന്ന് ഞാൻ യാത്ര ചെയ്ത് നോക്കി. സ്പോർട്സ് മോഡിലിടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഗിയറുള്ള വെഹിക്കിളാണെങ്കിൽ പോലും സ്പോർട്സ് മോഡ് ഇട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇനിഷ്യൽ പുള്ളിങ് ഭീകരമാണ്. ആ സമയത്ത് നമുക്ക് ഈ ഗ്രാബ് ഹാൻഡിൽ നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. പിടിച്ചിരുന്നാൽ പിന്നിലോട്ട് മറിഞ്ഞു പോകുന്നൊന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആളിനെ കാല് വയ്ക്കുന്ന ഫുട് പെഗിൻ്റെ സ്പേസും അതുപോലെ ഫ്രണ്ടിലുള്ള റൈഡറിൻ്റെ ഫുട് പെഗും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് നോക്കി. 2 പേർക്ക് കാലുകൾ പരസ്പരം തട്ടാത്ത രീതിയിൽ വച്ചിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെനിക്ക് ഭീകരമായിട്ടാണ് ഈ ഒരു വണ്ടി ഓടിച്ച സമയത്തും പിന്നിലിരുന്ന സമയത്തും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ഇൻഡിക്കേറ്റേഴ്സൊക്കെ തന്നെ ഫ്രണ്ടിൽ കാണുന്നത് ഈ ഒരു ഷീൽഡിനോടൊപ്പമാണ് കേട്ടോ. പിന്നെ മാറ്ററിൻ്റെ ഒരു ചെറിയ ബാഡ്ജിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ ലിക്വിഡ് കോൾഡ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. മോട്ടറിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾസും കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് മേളിൽ ചെറിയ ബോക്സ് യൂണിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബാറ്ററിയുടെ സിസ്റ്റംസ് എല്ലാം തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലിത്തിയം അയൺ ബാറ്ററിയാണ് ആക്ച്വലി ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോട്ടറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ ആദ്യമേ പറയുന്നതാണ്, 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് താഴോട്ടും ബാക്കിയെല്ലാം മുകളിലോട്ടും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഗിയറിൻ്റെ സിസ്റ്റം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തെ നമുക്ക് 4th ഗിയറിൽ വേണമെങ്കിലും നിർത്തിയിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ പിക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരല്പം പുള്ളിങ് കുറവായിരിക്കും. ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല, പക്ഷേ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു വണ്ടിയുടെ ക്ലച്ചിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലച്ച് ആക്ച്വലി നമ്മൾ വണ്ടിയുടെ ഗിയർ സിസ്റ്റത്തിന്, അതായത് ഗിയർ മാറ്റുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഹാഫ് ക്ലച്ച് എന്നൊരു കോൺസെപ്റ്റ് ആക്ച്വലി ഈ ഒരു വെഹിക്കിളിന് ആവശ്യമില്ല. സാധാരണ നമ്മൾ ഐസ് എഞ്ചിൻസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ച് പിടിച്ചായിരിക്കും നമ്മൾ ട്രാഫിക്കിലും കാര്യങ്ങളിലൊക്കെ നിർത്തിയിട്ട് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഹാഫ് ക്ലച്ചിൻ്റെ ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾ ഹാഫ് ക്ലച്ച് പിടിക്കുകയാണെങ്കിലും എഞ്ചിനിൽ നിന്ന് ചെറിയൊരു നോയ്സ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ആക്ച്വലി മാനുഫാക്ചർ പറയുന്നത് ഹാഫ് ക്ലച്ച് പിടിക്കാതെ വേണം ഈ ഒരു വാഹനം ഓടിക്കാനെന്നാണ്. വേറെ ജെർക്കിങ്ങോ ചാട്ടമോ ഒന്നും തന്നെ വരത്തില്ല. നിങ്ങൾ ഗിയറിലാണ് ട്രാഫിക്കിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിൽക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും വണ്ടി എഞ്ചിൻ ഇടിക്കുമെന്ന് പേടിക്കേണ്ട, ചാടിപ്പോകുമെന്ന് പേടിക്കേണ്ട. നിങ്ങൾ ത്രോട്ടിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ തന്നെ മര്യാദയ്ക്ക് നിന്നോളും. പിന്നെ ഈ ഡ്രൈവ് മോഡ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇക്കോ, അതുപോലെ സിറ്റി, സ്പോർട്സ് എന്നുള്ള 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതിൽ ഇക്കോ ഇടുന്ന സമയത്താണ് 125 എന്ന ടോപ്പ് ക്ലെയിംഡ് മൈലേജ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബട്ട് ട്രൂലി ഒരു എന്താ പറയുക, അഗ്രഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോർട്സ് മോഡ് ഇട്ട് തന്നെ ഒരു വണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൽ നിന്ന് റിയർ വീലിലോട്ട് ഡ്രൈവ് പോകുന്നത് ചെയിൻ ഡ്രൈവ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ, ചെയിനും സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ സാധാരണ ബൈക്കിൽ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ റിയർ ഡിസൈൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ടയർ ഹഗ്ഗറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വേറെ മഡ്ഗാർഡ് യൂണിറ്റ് ഒന്നും തന്നെ ഇവിടെ ഇങ്ങനെ വരുന്നില്ല. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള 2 വീലറിൽ കണ്ടുവരുന്ന ഡിസൈൻസ് ഒന്നും തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിന് ഉണ്ടൊരു സ്പെഷ്യാലിറ്റി, അത് ഞാൻ ജസ്റ്റ് ഓൺ ചെയ്ത് തന്നെ ഒന്ന് കാണിച്ചു തരാം. വേണ്ട ഈ രീതിയിൽ റണ്ണിങ് LED യൂണിറ്റ്സ് ആണ് വാഹനത്തിൻ്റെ റിയറിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി മാനുഫാക്ചറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റിയർ ഡിസ്കിൻ്റെ ആ ഒരു മാസ്റ്റർ സിലിണ്ടർ ഇവിടെയാണ് കേട്ടോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു പ്ലേസ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. വാഹനം ഇൻ കേസ് മറിഞ്ഞ് വീഴുകയൊക്കെ ആണെങ്കിൽ പോലും അത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്നു പേടിക്കേണ്ട കാര്യമില്ല. റിയർ ഷോക്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ് ചാർജഡ് സസ്പെൻഷനാണ് റിയറിൽ നൽകിയിട്ടുള്ളത്. ഡ്യുവൽ സസ്പെൻഷൻ യൂണിറ്റാണ്, മോണോഷോക്ക് ഒന്നും തന്നെ അല്ല. സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്കുള്ള സസ്പെൻഷനാണ്. അത് ഫ്രണ്ടിലേതാണെങ്കിലും ബാക്കിലേതാണെങ്കിലും. ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും കീലെസ് എൻട്രിയാണ്. ഞാനിപ്പോൾ ഈ വെഹിക്കിളിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതൊരു വെൽക്കം ഫീച്ചറായിട്ട് മാനുഫാക്ചർ നൽകിയിട്ടുള്ളതാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ കൺട്രോൾ ഫുള്ളായിട്ട് ഈ കാണുന്ന 2 ബട്ടണിലാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഹാൻഡിൽ ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാവും. അപ്പോൾ നമുക്കൊരു ചെറിയ സൗണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെഹിക്കിളിൻ്റെ ഹാൻഡിൽ ലോക്കാണ്. കണ്ടോ, ഇപ്പോൾ വെഹിക്കിളിൻ്റെ ഹാൻഡിൽ ലോക്കാണ്. നമുക്കിനി അൺലോക്ക് ചെയ്യണം, വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ സിംഗിൾ ടാപ്പ് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പോൾ വെഹിക്കിളിൻ്റെ
ഹാൻഡിൽ അൺലോക്ക് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഗ്നീഷൻ ഓൺ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഗ്നീഷൻ മാത്രം ഓഫ് ചെയ്താൽ മതിയെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയാവും, ഇഗ്നീഷൻ മാത്രമായിട്ട് ഓഫ് ആകും. മാത്രമല്ല ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാഹനം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലോക്ക് ആവുകയും ഇഗ്നീഷൻ ഓഫ് ആവുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മീറ്ററിൽ കുറച്ച് സെറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്, ഞാൻ അതുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓൾ മെനുവിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഓട്ടോ എന്ന് പറഞ്ഞൊരു മോഡും ഉണ്ട്. സോ അത് സൺലൈറ്റും അതുപോലെ നിലവിലത്തെ ലൈറ്റിൻ്റെ കണ്ടീഷനും അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കോളും. എന്തായാലും ഞാനിപ്പോൾ അത് മാനുവലി ഇട്ടേക്കുകയാണ് വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് കാണുന്നതിന്. അഡാപ്റ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിലുള്ള ലൈറ്റിനനുസരിച്ച് ഇത് മാറുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് തീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡാർക്ക് തീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും ലൈറ്റ് തീം തന്നെ ആക്കുകയാണ്, അപ്പോൾ വീഡിയോയിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ബാക്ക് പോകുമ്പോൾ സൗണ്ടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പാർക്ക് അസിസ്റ്റ്, ഇൻഡിക്കേറ്റർ, അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസിൻ്റെ സൗണ്ട് ഈ ഒരു യൂണിറ്റിയിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പാർക്ക് അസിസ്റ്റ് നമ്മൾ പാർക്കിംഗ് മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ബീപ്പ് സൗണ്ട് വരുന്നതാണ്. ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാം. അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സൗണ്ട്, അതും ആവശ്യമുണ്ടെങ്കിൽ ഓൺ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാം. ആക്ച്വലി എല്ലാ സൗണ്ട്സും ഓൺ ചെയ്തിടുന്നതാണ് നല്ലത്, കാരണം അത് നമുക്കൊരു അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നതിന് സഹായിക്കും. കണക്ടിവിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് തന്നെ ഈ വെഹിക്കിളിൽ എന്താ പറയുക, നമ്മുടെ കോൾസ് വരുമ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോപ്പപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. വെഹിക്കിളിൻ്റെ ഹെൽത്ത് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു മോണിറ്റർ യൂസ് ചെയ്തതിന് അറിയാൻ പറ്റും. നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വെഹിക്കിളിൻ്റെ ഹെൽത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഈ ഒരു സിസ്റ്റത്തിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 20 സെക്കൻഡ്സ് ആണ് മാക്സിമം എടുക്കുന്നത്. അതിൽ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം അറിയാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു യൂണിറ്റിലോ അല്ലെങ്കിൽ കമ്പോണൻറ്റിലോ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷൻ ത്രൂ അത് തിരിച്ചറിയാൻ സാധിക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സർവീസിൽ പോയത് ക്ലിയർ ചെയ്യാനും സാധിക്കും. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് എന്തായാലും നന്നായി. പൊതുവേ ഐസ് എഞ്ചിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയി ശരിയാക്കിയിട്ട് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്കതങ്ങനെ ചെയ്യാം. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒന്നും ലോക്കൽ വർക്ക്ഷോപ്സിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ അതിന് മുന്നേ ചെക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. എന്തായാലും അങ്ങനത്തെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്കാൻ ചെയ്യാം. ബാറ്ററിയുടെ നോക്കിക്കഴിഞ്ഞാൽ നിലവിലുള്ള ബാറ്ററി പെർസെൻറ്റ്, അതുപോലെ വെഹിക്കിളിൻ്റെ ബാറ്ററി യൂസേജ് എത്ര സമയം ഈ ഒരു പെർസെൻറ്റിൽ നിന്നും ഫുള്ളാകാനായിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ നോക്കിയാൽ 89% ബാറ്ററി നിൽക്കുന്നത്. 1.5 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 89 എന്ന് പറയുന്നത് 100 ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബാറ്ററിയുടെ യൂസേജ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു മോഡുണ്ട്, അത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഈ ബാറ്ററി സേവിങ് എന്ന് പറഞ്ഞ മോഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ 10% അല്ലെങ്കിൽ 15% അല്ലെങ്കിൽ 20-25% ഒരു കൗണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് 25 ഇടുന്നതെന്നുണ്ടെങ്കിൽ 25% എപ്പോഴാണോ എൻ്റെ ടോട്ടൽ ബാറ്ററി പെർസെൻറ്റ് മാറുന്നത് അപ്പോൾ തൊട്ടത് പവർ സേവ് മോഡിലോട്ട് മാറും. ഇക്കോ മോഡിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് 25 ആണ് ഏറ്റവും കൂടിയത്, ഏറ്റവും കുറഞ്ഞത് 10% ആണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് ആ ഒരു ചാർജ് ടോട്ടൽ ബാറ്ററി ആയിക്കഴിഞ്ഞാൽ പിന്നെ എക്കോ മോഡിൽ മാത്രമേ വണ്ടി ഓടത്തുള്ളൂ. അത് നമുക്ക് സേഫായിട്ട് നമ്മൾ വിചാരിക്കുന്ന ലൊക്കേഷനിൽ എത്താൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. സോ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് പറ്റുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 20 വെച്ചിരിക്കുക. സോ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത്. പിന്നെ ബാക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് സിസ്റ്റം ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ഇതിൽ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്, ഏത് മോഡലാണ്, അതിൻ്റെ വേരിയൻ്റ് എന്താണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഡിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇപ്പോൾ സപ്പോസ് ആനന്ദ് എന്നാണ് എൻ്റെ പേര്, ഞാനത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേരോടെ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത് വിഡ്ജറ്റ്സ് ആണ്. ഇത് നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിൽ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഏതൊക്കെ ഡ്രൈവ് മോഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കാണിക്കണമെന്നാണ് ഈ ഒരു പർട്ടിക്കുലർ പേജ് ത്രൂ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മുടെ മൊബൈലിലൊക്കെ ഹോം സ്ക്രീനിൽ വിഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എളുപ്പമാണ്. സ്മാർട്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. കീയുമായിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആകണോ ഓഫ് ആകണോ എന്നൊക്കെ ഉള്ളത് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കീ ഫോബിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി 60 സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കത് എനേബിൾ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാം. അതുപോലെ USB ചാർജിങ് പോർട്ട് ആക്ടിവേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ USB കണക്ട് ചെയ്തിരുന്നെന്ന് പറഞ്ഞ് ചാർജ് വരണമെന്നില്ല.
മാത്രമല്ല വണ്ടി ഓണായി കഴിഞ്ഞാൽ എപ്പോഴും ഇത് ഓണായിരിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ അതും സെറ്റ് ചെയ്തിടാൻ പറ്റും. അതല്ല വണ്ടി ഓൺ ആയില്ലെങ്കിലും എപ്പോഴും USB-യിൽ കറണ്ട് വരണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മാനുവലായിട്ട് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഗൈഡ് മീ ഹോം, അതായത് നമ്മുടെ ഫോളോ മീ ഹെഡ് ലാമ്പ് എന്നൊക്കെ കാറുകളിൽ പറയുന്ന അതേ ഒരു ഫീച്ചറും ഇതിന് വരുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എനേബിൾ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ദെൻ വെക്കേഷൻ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലും, സപ്പോസ് ഞാൻ ഈ വാഹനം വാങ്ങിച്ചിട്ട് ഒരു 2 months അല്ലെങ്കിൽ 1 month ഞാൻ പുറത്ത് പോവുകയാണ്, എനിക്ക് വണ്ടി ചാർജ് ചെയ്യാനോ എടുക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് വെക്കേഷൻ മോഡ് ചെയ്തിട്ട് മാത്രമായിരിക്കണം പോവേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇതൊരു ബാറ്ററി സേവ് മോഡ് എന്നുള്ള രീതിയിൽ കിടന്നോളും. അപ്പോൾ ഇത്രയും കണ്ടൻറ്റാണ് നമുക്ക് ആക്ച്വലി ഒരു 7 inch വരുന്ന കളർ ഡിസ്പ്ലേ ത്രൂ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് ടച്ച് റെസ്പോൺസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ഡിലേയോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് ഡ്രൈവ് മോഡ് മാറ്റുന്നതാണെങ്കിലും എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ മാറി മാറി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഈക്കോ മോഡിലാണെന്നുണ്ടെങ്കിൽ 89% 110 ആണ് നിലവിൽ ഈ ഒരു വെഹിക്കിളിൻ്റെ റേഞ്ച് കാണിക്കുന്നത്. അതുപോലെ ഇക്കോ മാറി സിറ്റിയിലോട്ട് പോകുമ്പോൾ റേഞ്ച് അവിടെ കുറയുന്നുണ്ട്, 90 കിലോമീറ്റർ ആകുന്നുണ്ട്. അതുപോലെ സ്പോർട്സിലോട്ട് പോയി കഴിഞ്ഞാൽ 89% കൊണ്ട് മാക്സിമം 70 കിലോമീറ്റർ വരെ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കൂ എന്നാണ്. ട്രിപ്പ് എ ട്രിപ്പ് ബി മാറ്റുന്ന എല്ലാം തന്നെ ഇവിടെ തന്നെയാണ്, ട്രിപ്പ് ബി ആൻഡ് ട്രിപ്പ് എ. അങ്ങനെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ ഈ ഒരു ഡയൽ ത്രൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ഒക്കെ തന്നെ. എന്തായാലും അതൊക്കെ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല സൺലൈറ്റ് ഉള്ള ടൈമിൽ ഡ്രൈവ് ചെയ്തപ്പോഴും ഈ ഒരു സ്ക്രീനിൻ്റെ വിസിബിലിറ്റി എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. ഇത് വ്യൂയിങ് ആംഗിൾ നിങ്ങളിപ്പോൾ സൈഡിൽ നിന്നൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് യാതൊരുവിധ നെഗറ്റീവ്സും അവിടെ ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ വിസിബിലിറ്റി ആക്ച്വലി ബെറ്ററാണ്. അത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. LED പ്രൊജക്ടർ യൂണിറ്റാണ് വരുന്നത്, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. കൺട്രോൾസിൻ്റെ കാര്യത്തിൽ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ബീം ലോ ബീം എല്ലാം തന്നെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഹൈ ബീം എനേബിൾ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൻ്റെ മേളിലോട്ട്, അതുപോലെ അല്ല നോർമൽ ഡിമ്മ് മതിയെങ്കിൽ നോർമലായിട്ടിടുക. ഹൈ പാസ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡി സ്വിച്ച് നൽകിയിട്ടുണ്ട് വെഹിക്കിളിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഡ്രൈവ് മോഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. പക്ഷേ ബട്ടൺ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ശ്രദ്ധ മാറാതെ തന്നെ ഈ ഒരു ബട്ടൺസ് യൂസ് ചെയ്ത് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൺട്രോൾസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററും അതുപോലെ ഹോണും അത്യാവശ്യം നല്ല ലൗഡായ ഹോണാണ് ആക്ച്വലി ഈ ഒരു വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു വാഹനം ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാം തന്നെ നമുക്കിവിടെ ഷോറൂമിൽ തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത് 105 ആണ്. സ്പോർട്സ് മോഡിലാണ്, ടോപ്പ് ഗിയറിലാണ്. പക്ഷേ 105 അല്ല, 120+ വേണമെങ്കിലും ഈ ഒരു വെഹിക്കിൾ പോകുന്നുണ്ട്. അത് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കുണ്ടായ ഫീഡ്ബാക്കാണ്. അതുപോലെ 0 to 40 വന്നിട്ട് 2.8 സെക്കൻഡിൽ നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് കയറ്റാനായിട്ട് സാധിക്കും. 172 ആണ് ആക്ച്വലി സർട്ടിഫൈഡ് റേഞ്ച്. ബട്ട് ഈക്കോ മോഡൽ മാക്സിമം 125 വരെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ വന്നിട്ട് 11.5 കിലോവാട്ട് ആണ്. അതുപോലെ ബാറ്ററി വന്നിട്ട് 5 കിലോവാട്ടിൻ്റെതാണ്. 3 ഡ്രൈവ് മോഡ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. എന്തായാലും അഡ്വർടൈസ്മെൻറ്റ് പോലെ വെറുതെ എഴുതി വയ്ക്കുക മാത്രമല്ല, ബ്രാൻഡ് തന്നെ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 125 കിലോമീറ്റർ ആണ് ഐഡിയലായിട്ട് നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ളതെന്ന്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഈ ഷോറൂമിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5 ആംപിയറിൻ്റെ ചാർജറാണ്. അത് 5 hours ആണ്. നോർമൽ വീട്ടിൽ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 0 to 100 വേണ്ടിയിട്ട് എടുക്കുന്നത് 5 to 6 hours മാക്സിമം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. 15 ആംപിയറിൻ്റെ ചാർജറാണ് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നത്. 2.5 hours ആണ് 0 to 100 ആയിട്ട് ചാർജ് ചെയ്യാൻ മാക്സിമം വേണ്ട ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെയും മോട്ടറിൻ്റെയും കൂളിംഗ് സിസ്റ്റത്തിൻ്റെയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി യൂണിറ്റിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മോട്ടറിലോട്ടും ബാറ്ററിയിലോട്ടും ഒക്കെ തന്നെ ആ ഒരു കൂളൻറ്റിൻ്റെ സർക്കുലേഷൻ പോകുന്നതിൻ്റെ ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ ഉടനെ റിപ്ലൈ ചെയ്യാം, അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം റിപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്തൊരു റിവ്യൂ വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.